ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫ്രണ്ട് ഓപ്പൺ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യാൻ പോണത്. അപ്പൊ അതിന്റെ കട്ടിംഗ് ആണ് ഇവിടെ കാണിക്കാൻ പോണത്. ഇത് റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ 2.5 മീറ്റർ നമ്മൾ മുറിച്ചെടുത്താട്ട് 2.5-2.25 മീറ്റർ. അപ്പൊ ഇതിന്റെ വിഡ്ത്ത് വന്നിട്ട് 44 ഇഞ്ച് ഉണ്ടാവും. അപ്പൊ ഇത് ഹക്കോബയാണ് മെറ്റീരിയൽ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എ ലൈൻ കുർത്തി കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ലൈനിങ്ങിലാണ് കട്ടിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഫസ്റ്റ് നമ്മള് ഫ്രണ്ട് ഓപ്പൺ കുർത്തിയുടെ ലൈനിങ് ആണ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിൽ നമ്മൾ എല്ലാ മെഷർമെന്റ്സും മാർക്ക് ചെയ്തിട്ട് ഇത് നമ്മൾ എ ലൈൻ ആയിട്ട് കട്ട് ചെയ്യും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ ഫ്രണ്ട് ഓപ്പണ് വേണ്ടിയിട്ടുള്ള കട്ടിങ് ആണ് നമ്മൾ കൊടുക്കുക. അപ്പൊ ആദ്യം തന്നെ ലൈനിങ്ങിൽ നമുക്ക് മെഷർമെന്റ്സ് ഒക്കെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ എന്റെ അളവിലാണ് കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മെഷർമെന്റ്സ് എങ്ങനെയാണെന്ന് വെച്ചാല് ആ മെഷർമെന്റ്സ് ആണ് എല്ലാ ഭാഗങ്ങളും ഞാൻ മാർക്ക് ചെയ്യണ പോലെ നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഫുൾ ലെങ്തിനായിട്ട് 48 ഇഞ്ചാണ് തയ്യൽ തുമ്പ് അടക്കം വേണ്ടത്. പക്ഷെ ലൈനിങ്ങില് നമുക്ക് 2 ഇഞ്ച് കുറച്ചിട്ടാണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാനിവിടെ 46 ഇഞ്ചാണ് ഞാൻ ലൈനിങ്ങിലെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്യണത് കേട്ടോ. ഞാനിവിടെ 46 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന് എത്രയാണോ ഫുള്ള് നമുക്ക് വിരിവുള്ളത്, എത്രയാണോ നമുക്ക് വീതി ഉള്ളത് വെച്ചാല് ആ ഒരു വിട്ട് ഫുള്ള് നമ്മളിവിടെ എടുക്കും. എ ലൈൻ അല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കില്ല. ഇനി നമുക്ക് അടുത്ത മെഷർമെന്റ് നമുക്ക് ഷോൾഡർ ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ ഇവിടെ ഞാൻ 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യണത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ ഫുൾ ഷോൾഡർ ഉള്ളത് അതിന്റെ പകുതിയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് നെക്കിന്റെ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിൽ ഷോൾഡർ മൈനസ് ചെയ്ത് കൊടുക്കാനുണ്ട്. അപ്പൊ അത് എത്രയാണ് കിട്ടുന്നത് വെച്ചാൽ ആ ഒരു മെഷർമെന്റ് ആണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ 7 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇവിടുന്ന് താഴേക്ക് നമുക്ക് ആം ഹോള് മാർക്ക് ചെയ്യണം. അപ്പോ ആം ഹോള് മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡറിനേക്കാളും ഒരു 1/2 ഇഞ്ച് നമ്മൾ എപ്പോഴും കൂട്ടിയിട്ട് കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നമ്മൾ 7.5 ഇഞ്ചാണ് നമ്മൾ ലൈനിങ്ങില് നമ്മുടെ ആം ഹോൾ ലെങ്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് എന്താണ്, ചെസ്റ്റ് മെഷർമെന്റ് ആണ്. അപ്പൊ ചെസ്റ്റ് മെഷർമെന്റ് എത്രയാണോ ചെസ്റ്റ് വിഡ്ത്ത് വരുന്നത് അതിന്റെ കൂടെ 2 ഇഞ്ച് നമ്മൾ 2 ഇഞ്ച് നമ്മൾ എന്ത് ചേർക്കും, ലൂസ് അലവൻസും 1 ഇഞ്ച് നമ്മൾ സീം അലവൻസും ചേർക്കും അല്ലെ. അപ്പൊ 1 ഇഞ്ച് കൊടുക്കുന്നത് നമ്മൾ നന്നായി സ്റ്റിച്ച് ചെയ്യണവരാന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് തയ്യൽ തുമ്പ് മതി. അതല്ല ഫസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോ ഞാനിവിടെ നമ്മുടെ ചെസ്റ്റ് മാർക്ക് ചെയ്യണത് 9.25 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ ഇവിടെ 9.25 ഇഞ്ച് ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് നമ്മൾ ഈ പോയിന്റിലേക്ക് 9.25 ഇതേപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ലൈൻ ഒന്ന് ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ തയ്യൽ തുമ്പായിട്ട് ഞാൻ കൊടുക്കുന്നത് 1 ഇഞ്ചാണ്. നിങ്ങൾ അത് 1.5 ഇഞ്ച് കൊടുക്കുക. സ്റ്റിച്ചിങ് കഴിഞ്ഞാൽ ബാലൻസ് ഉള്ളത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കിയാൽ മതി. ഇനി ഇവിടെ നമ്മള് നെക്ക് വിഡ്ത്ത് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നെക്ക് വിഡ്ത്തിന്റെ കാൽക്കുലേഷനും ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്താണ്, ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ചെയ്താല് എത്രയാണോ കിട്ടുന്നത് ആ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ നെക്ക് വിഡ്ത്ത് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണത് കേട്ടോ. അപ്പൊ ഞാനിവിടെ 3.25 ഇഞ്ചാണ് നെക്ക് കൊടുക്കുന്നത്. 3.25 ഇഞ്ച് കേട്ടോ. ഫുൾ ലെങ്ത് ഞാനിവിടെ 5.5 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് നെക്കിന്റെ ലെങ്ത് എത്ര വേണം വെച്ചാല് അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും കൂട്ടി കൊടുക്കുക. പക്ഷെ വിഡ്ത്ത് കണക്കാക്കേണ്ടത് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12. ഇവിടെ ഞാൻ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ വേസ്റ്റ് ലെങ്ത് ആണ്. അപ്പൊ വേസ്റ്റ് ലെങ്ത് ഞാനിവിടെ 14.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എത്രയാണോ വേസ്റ്റ് വരുന്നത് അത് എത്രയാണെന്ന് വെച്ചാൽ അതിവിടെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം അവിടുത്തെ വിഡ്ത്ത് എത്രയാണോ കിട്ടണത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ 8.25 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ ഞാനിവിടെ 8.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. 1 ഇഞ്ച് തയ്യൽ തുമ്പും. അതിനുശേഷം നമുക്ക് നമ്മുടെ വേസ്റ്റിന്റെ ഹിപ്പിന്റെ മെഷർമെന്റും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഇവിടെ 21 ഇഞ്ചിലാണ് ഹിപ്പ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഹിപ്പിന്റെ വിഡ്ത്ത് വരുന്നത് എത്രയാണോ അതിന്റെ 4/1 ഭാഗമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യണത് കേട്ടോ. അപ്പൊ ഇവിടെ വരുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ 10 ഇഞ്ച് ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്.
പിന്നെ നമുക്ക് ഈ ഒരു പോയിന്റിൽ, നമ്മുടെ വേസ്റ്റിന്റെ പോയിന്റിൽ നമ്മൾ ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് നമുക്ക് ഈ അറ്റം വരെ ഒന്ന് വരച്ചെടുക്കുക. അപ്പൊ നമ്മൾ നൈറ്റിക്കൊക്കെ ചെയ്തില്ലേ അതേപോലെ തന്നെ കേട്ടോ. നമുക്ക് എത്രയാണോ ഈ വിഡ്ത്ത് ഉള്ളത് ആ വിഡ്ത്ത് ഇതേപോലെ നമ്മൾ ഒന്ന് വരച്ചെടുക്കുക. അപ്പൊ ഈ പോയിന്റ് ഞാനിവിടെ ഇട്ടത്, ഇനി ചില ആൾക്കാർക്ക് ഇവിടെ ഈ ഒരു മെഷർമെന്റ് ഇവിടുന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്യുമ്പോൾ ഇവിടെ ചിലപ്പോ ചുരുങ്ങി പോവും. അപ്പൊ ആ ഇവിടുത്തെ മെഷർമെന്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം. അതിനാണ് ഞാൻ ഈ മെഷർമെന്റ് ഇവിടെ മാർക്ക് ചെയ്തത് കേട്ടോ. അപ്പൊ നമുക്ക് എ ലൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആ മെഷർമെന്റ് ആവശ്യമില്ല. ഇതേപോലെ വരച്ചിട്ട് ഇവിടുന്ന് നേരെ ഇങ്ങനെ അറ്റം വരെ ലൈനിങ്ങിൽ വരച്ചെടുക്കുക. ഇനി നമുക്ക് ആം ഹോള് കർവ് ചെയ്ത് കൊടുക്കണം അല്ലെ. അപ്പൊ ആം ഹോള് കർവ് ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ ഇതിന്റെ സെന്റർ എത്രയാണോ വരുന്നത് ആ സെന്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഞാൻ 7.5 ഇഞ്ചെല്ലാം എടുത്തത്, അതിൽ 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് പോയി. അതിനുശേഷം നമുക്ക് വരുന്ന മെഷർമെന്റ് എത്രയാണെന്ന് വെച്ചാല് ആ മെഷർമെന്റിന്റെ സെന്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ആ സെന്റർ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 28 ചെയ്തിട്ട് എത്രയാണോ മെഷർമെന്റ് കിട്ടുന്നത് ആ ഒരു മെഷർമെന്റ് ഇവിടെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ 2 പോയിന്റും കൂടി ഇതേപോലെ നമ്മൾ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് ഇങ്ങോട്ടും ഇവിടുന്ന് ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ ഫ്രണ്ട് ആം ഹോള് ഇതേപോലെ ഒന്ന് കുഴിച്ച് വരക്കണം. ഫ്രണ്ട് ആം ഹോൾ കേട്ടോ. അപ്പൊ ഇതൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടി പറയാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. അപ്പൊ അതിന്റെ മുന്നേ നമുക്ക് ഇതിന്റെ താഴത്ത് നമ്മൾ എന്ത് ചെയ്യണം, 1 ഇഞ്ച് ഒന്ന് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തൂങ്ങൽ വരും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ആ 1 ഇഞ്ച് നമ്മളിവിടെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കണത്. അപ്പൊ നമ്മളിവിടെ 1 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി അതിനെ ഇതേപോലെ നമ്മൾ ഈ സെന്ററിലേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക കേട്ടോ, ഇതേപോലെ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇത് കട്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇതേപോലെ ഇടുമ്പോ നമ്മുടെ ക്ലോത്ത് ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് ആദ്യമായിട്ട് ചെയ്യണവരൊരു പിന്നൊക്കെ ഒന്ന് കുത്തി വെച്ചിട്ട് ചെയ്യാൻ. നമുക്ക് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ലൈനിങ്ങിലെ നെക്ക് കട്ട് ചെയ്യണില്ല കേട്ടോ, വെറുതെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുത്തേക്കാണ്. ഇനി ഇവിടെ ബാക്ക് നെക്കിന്റെ ലെങ്ത്തും കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ബാക്ക് നെക്ക് 3 ഇഞ്ചാണ് കേട്ടോ. അപ്പൊ ബാക്ക് നെക്കിന്റെ ലെങ്ത്തും ഇതേപോലെ 3 ഇഞ്ച് ഞാനിവിടെ റൗണ്ട് ഷേപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇവിടെ ഇനി നമ്മളിത് ലൈനിങ് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഇവിടെ നമ്മൾ ആദ്യം ഷോൾഡർ സ്ലോപ്പ് ഇതേപോലെ കട്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഈ പോയിന്റിൽ കൂടെ നമ്മൾ ബാക്ക് ആം ഹോൾ ആണ് കട്ട് ചെയ്യണത് കേട്ടോ. ആരും കുഴിച്ച് വരച്ച ആം ഹോള് പോയിട്ട് കട്ട് ചെയ്യരുത്. അത് ബാക്ക് പീസ് മാറ്റി വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പൊ ഇവിടെ ഞാന് ബാക്ക് ആം ഹോളിൽ കൂടെ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഇവിടെ നിർത്തി. അതിനുശേഷം ഇവിടുന്ന് താഴേക്ക് നമ്മുടെ ചെസ്റ്റ് ടു വേസ്റ്റ് മാർക്ക് ചെയ്തു. അതിന് ശേഷം നമ്മൾ ഇതേപോലെ താഴേക്ക് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തു. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, താഴത്തെ ഭാഗം അല്ലെ, താഴത്തെ ഭാഗം ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ ഇവിടെ നമ്മൾ മെഷർമെന്റ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ഷോൾഡർ സെപ്പറേറ്റ് ചെയ്യാണ്ടെങ്കിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിവിടെ ക്ലോത്ത് മടക്കിയത് അങ്ങനെയാണ്, അപ്പൊ അതുകൊണ്ടാണ് എനിക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ട് വന്നത്. ഇനി നമുക്ക് ഇവിടെ എന്താ അടുത്തത് ലൈനിങ്ങിൽ നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം അല്ലെ. അപ്പൊ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് മെഷർമെന്റ് എടുക്കുക. അപ്പൊ ഇവിടെ 8.4 എനിക്ക് കിട്ടിയത്. അപ്പൊ ഇത് ഞാൻ ഇവിടെ മെഷർമെന്റ് സ്ലീവിന്റെ ക്ലോത്തിൽ മാർക്ക് ചെയ്യണം. ഇപ്പൊ ഇവിടെ ബാലൻസ് ഉള്ള ക്ലോത്ത് എന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യണം. അപ്പൊ ഇതിൽ എനിക്ക്
തികയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ എനിക്ക് എക്സ്ട്രാ ഒരു പീസ് ജോയിന്റ് ചെയ്തെടുത്തതിന് ശേഷം വേണം ഇതിന്റെ ആം ഹോള് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ. അപ്പൊ ഈ ക്ലോത്ത് ഞാൻ ഇതിലേക്ക് ഒരു പീസ് ജോയിന്റ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷമാണ് എനിക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഞാൻ സ്ലീവിന്റെ കട്ടിങ് മെയിൻ ക്ലോത്തിൽ കാണിക്കാം കേട്ടോ. ലൈനിങ് ഞാൻ സെപ്പറേറ്റ് കട്ട് ചെയ്തോണ്ട്. അപ്പൊ ഇത് നമ്മുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. പക്ഷെ നമുക്ക് എന്ത് വേണം, നമ്മുടെ മെയിൻ ക്ലോത്തിൽ ഫ്രണ്ട് പാർട്ടിൽ നമുക്ക് ഓപ്പണിങ് ഉണ്ടല്ലേ, അപ്പൊ ആ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെന്റ് നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ, അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം അല്ലെ. ഈ ക്ലോത്ത് ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം, എന്നാലാണ് ഫ്രണ്ട് പോർഷൻ വേറെയും ബാക്ക് പോർഷൻ വേറെ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ ഫ്രണ്ട് പോർഷനിൽ നമ്മളൊരു 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, ബോഡി പാർട്ട് കട്ട് ചെയ്ത് കൊടുക്കണത്. അപ്പൊ ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കാണിക്കാം. ഇപ്പൊ നമുക്ക് മെയിൻ പാർട്ടിൽ നമുക്ക് നമ്മുടെ ലൈനിങ്ങിനേക്കാളും ഫ്രണ്ട് പാർട്ടില് 2 ഇഞ്ച് നമ്മൾ കൂടുതൽ ഇടണം. അപ്പൊ ഈ 2 ഇഞ്ച് നമ്മൾ എന്തിനാ കൂടുതൽ ഇടുന്നത്, നമുക്ക് പ്ലാക്കറ്റ് പോലെ സ്റ്റിച്ച് ചെയ്യണം. അപ്പൊ നമ്മൾ ഇതിൽ ഷോ ബട്ടൺസ് നമ്മൾ ഫിക്സ് ചെയ്തിട്ട്, ഓപ്പണിംഗ് അല്ല ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ഷോ ബട്ടൺസ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ടാണ് നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്തില് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇതേപോലെ ക്ലോത്ത് വെച്ചിട്ട് നമ്മളെ ഫുൾ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പൊ നമുക്ക് മെയിൻ ക്ലോത്തില് വരേണ്ട ഫുൾ ലെങ്ത് എന്ന് പറഞ്ഞാൽ 48 ഇഞ്ചാണ് കേട്ടോ. തയ്യൽ തുമ്പ് അടക്കം നമുക്ക് 48 ഇഞ്ച് വേണം. അപ്പൊ ഇവിടെ 48 ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലേക്ക് മേലെന്ന് മുതൽ നമുക്ക് എന്ത് ചെയ്യണം, 2 ഇഞ്ച് നമുക്ക് ഇതിൽ എക്സ്ട്രാ ഇട്ട് കൊടുക്കണം അല്ലെ. അപ്പൊ ഇതേപോലെ നമ്മള് മേലെ മുതല് 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതേപോലെ നമ്മള് 2 ഇഞ്ച് ഇട്ടിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചാൽ മതി. ഇതേപോലെ നമ്മൾ താഴെ വരെ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാനിവിടെ താഴെ വരെ നമ്മൾ 2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കട്ട് ചെയ്ത ലൈനിങ് പീസിനെ ഇതേപോലെ ഈ 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് കേട്ടോ, ഈ 2 ഇഞ്ച് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തുനിന്ന് ലൈനിങ് പീസ് ഇതേപോലെ നിങ്ങൾ വെച്ചു കൊടുക്കുക. ഇതേപോലെ വെച്ചിട്ട് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി അതല്ല നിങ്ങൾ സെപ്പറേറ്റ് മെഷർമെന്റ് മാർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഈ 2 ഇഞ്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഷോൾഡറിന്റെ മെഷർമെന്റ് മാർക്ക് ചെയ്യുക. അതിനുശേഷം ആം ഹോള് മാർക്ക് ചെയ്യുക. അതിനുശേഷം ചെസ്റ്റ്, വേസ്റ്റ്, ഹിപ്പ് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ട് താഴെ വരെ ഈ പോയിന്റ്സ് ഒക്കെ ഇപ്പൊ നമ്മൾ ലൈനിങ്ങിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ നിങ്ങൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഞാൻ ഇതില് ഈ ക്ലോത്ത് തന്നെ വെച്ചിട്ടാണ് ഇപ്പൊ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ക്ലോത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോൾ പിന്നൊക്കെ കുത്തി സെക്യൂർ ചെയ്ത് വെച്ചതിന് ശേഷം മാത്രം ഫ്രണ്ട് പോർഷൻ ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ലൈനിങ്ങിനേക്കാളും 2 ഇഞ്ച് കൂടുതലാണ് നമ്മുടെ മെയിൻ ക്ലോത്ത് അല്ലെ. അപ്പൊ അതിവിടെ താഴെ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അറ്റം വരെ മാർക്ക് ചെയ്തിട്ട് ആ ഭാഗം ആദ്യം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം. അപ്പൊ ആ ഒരു പോർഷൻ ഞാനിവിടെ ആദ്യം തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റുന്നുണ്ട് കേട്ടോ. അതേപോലെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ താഴ്ഭാഗം നമ്മൾ എന്ത് ചെയ്യണം, താഴ്ഭാഗം നമ്മൾ ഇതേപോലെ 1 ഇഞ്ച് മെയിൻ ക്ലോത്തിൽ ലൈനിങ്ങിന് എങ്ങനെയാണോ മാർക്ക് ചെയ്തത് അതുപോലെ നമ്മള് നമ്മുടെ മെയിൻ ക്ലോത്തിലും മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ ഒരു ഷേപ്പ്. അപ്പൊ അതാരും ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി അതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഞാനിതിലിവിടെ ആദ്യം ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്യാം കേട്ടോ. ഇതേപോലെ കട്ട് ചെയ്തു.
ഇവിടെ ആം ഹോൾ വരെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പൊ ലൈനിങ്ങിനേക്കാൾ ഒരു 1/4 ഇഞ്ച് എക്സ്ട്രാ ഇട്ടിട്ട് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. കാരണം നമ്മള് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇതേപോലെ മെല്ലെ കയറ്റി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ നിങ്ങൾക്ക് മെയിൻ ക്ലോത്തിൽ ലൈനിങ്ങിനേക്കാളും വിട്ട് കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാട്ടോ. നിങ്ങൾക്ക് അത് എത്രയാണോ വിട്ടുള്ളത് അത് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്തിട്ട് എടുക്കാം. ക്ലോത്ത് ഉള്ളതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി എനിക്ക് ഇതിന്റെ താഴ്ഭാഗമാണ് ഷേപ്പ് ചെയ്ത് കൊടുക്കാനുള്ളത്. അപ്പൊ ഞാനിത് അതേപോലെ താഴ്ഭാഗം കൊണ്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ മെയിൻ ക്ലോത്തില് ഫ്രണ്ട് പാർട്ടിലേക്കുള്ള കട്ടിങ്. ഇനി ബാലൻസ് വന്ന ക്ലോത്ത് നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ്. അപ്പൊ ഇതാണ് മാറ്റിയേക്കാൻ. ഇനി നമുക്ക് ബാക്ക് പാർട്ട് എങ്ങനെയാണ് കട്ട് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ ഇതേപോലെ നമ്മൾ 48 ഇഞ്ചില് ഫുൾ ലെങ്ത് ആണ് ഞാനിവിടെ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ബാക്ക് പാർട്ടില് നമുക്കൊന്ന് നോക്കാല്ലേ, 2 ഇഞ്ച് നമ്മള് പ്ലാക്കറ്റിനുള്ളത് എക്സ്ട്രാ വിടുന്നില്ല. നമ്മുടെ ലൈനിങ് ഏത് ഷേപ്പിലാണോ ആ ഷേപ്പിലാണ് നമ്മള് നമ്മുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു ഹിപ്പിന്റെ പോയിന്റ് ടാപ്പ് വെച്ചിട്ട് നിങ്ങൾക്ക് ലൈനിങ്ങിന്റെ വിരിവിനേക്കാളും കൂടുതൽ ഇങ്ങോട്ട് വേണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ ടാപ്പ് വെച്ചിട്ട് ഇവിടുന്ന് ഇതേപോലെ ഈ അറ്റത്തേക്ക് ക്രോസ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടത്തിന്. ഈ മെയിൻ ക്ലോത്തിൽ വിരിവ് ലൈനിങ്ങിനേക്കാളും കൂടുതൽ ഉണ്ടാവില്ല. അപ്പൊ ആ വിരിവ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുള്ളായിട്ട് എടുക്കാം. അപ്പൊ അതിനാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത് കേട്ടോ. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ലൈനിങ്ങിന്റെ അതേ മെഷർമെന്റിൽ തന്നെ മാർക്ക് ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതേപോലെ ചോക്ക് വെച്ചിട്ട് മാർക്ക് ചെയ്തിട്ട് വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ലൈനിങ് പിന്ന് കുത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പൊ ഫസ്റ്റ് നമ്മൾ ആദ്യം ലൈനിങ്ങില് ഷോൾഡർ, മെയിൻ ക്ലോത്തിൽ ഷോൾഡർ കട്ട് ചെയ്ത പോലെ തന്നെ ഇതില് കട്ട് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെ ആം ഹോള് ഈ ലൈനിലൂടെ അതേപോലെ കട്ട് ചെയ്തെടുക്കുക. പിന്ന് കുത്താൻ പറയണത്, പിന്ന് കുത്തിയിട്ടില്ലെങ്കിൽ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോ ക്ലോത്തിന്റെ ലെവല് തെറ്റും. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിട്ടാട്ടോ. അതിന് ശേഷം നമ്മളിത് അവിടുന്ന് ഇപ്പൊ നമ്മള് ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇപ്പൊ നമ്മളിത് ലൈൻ മോഡൽ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ സെന്റർ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കണം. 2 പോർഷൻ ആയിട്ട് എടുക്കണം നമുക്ക്. അപ്പൊ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് ഇതേപോലെ വെച്ചിട്ട് ഈ ഭാഗത്ത് ഒരു പിന്ന് കുത്തി കൊടുക്കുക. അതിന് ശേഷം ഇതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം. കറക്റ്റ് സെന്ററിൽ തന്നെ കേട്ടോ സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ഇതേപോലെ നമ്മൾ താഴെ വരെ സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പൊ ഇതേപോലെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഉണ്ടാവുക. ഇതിന്റെ ആം ഹോൾ എത്രയെന്ന് നോക്കിയിട്ട് നമുക്ക് സ്ലീവ് കട്ട് ചെയ്യണം. അപ്പൊ ഈ ഒരു പോയിന്റിന് ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് 8.5 കിട്ടുന്നത് കേട്ടോ. അപ്പൊ 8.5 നമ്മുടെ മെയിൻ ക്ലോത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിനേക്കാൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നമ്മള്. ഇത് നമ്മൾ ഇവിടെ ലൈനിങ് ക്ലോത്ത് സ്ലീവിന് വേണ്ടിയിട്ടുള്ളത് ഇതിവിടെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പൊ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്യണം. അപ്പൊ നമുക്ക് ബോഡി പാർട്ടിൽ മെഷർ ചെയ്തപ്പോ 8.5 ഇഞ്ചാണ് വന്നത്. അതിനേക്കാളും 1 ഇഞ്ച് നമ്മൾ കൂടുതൽ ഇട്ടിട്ട് 9.5 ഇഞ്ച് നമ്മളിവിടെ ലൈനിങ് ക്ലോത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഓപ്പണിംഗ് സൈഡിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ഫുൾ ലെങ്ത് 16 ഇഞ്ചാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അത് ലൈനിങ്ങിൽ നമുക്ക് 15.5 ഇഞ്ച് മതി കേട്ടോ. കാരണം സ്ലീവ് 17 ഇഞ്ചാണ് വരുന്നത്. അപ്പൊ 1.5 ഇഞ്ച് കുറച്ചിട്ടാണ് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പൊ സ്ലീവിന്റെ റൗണ്ട് താഴത്തെ റൗണ്ട് വരുന്നത് 5.5 ഇഞ്ചാണ്. അതിനേക്കാളും 1 ഇഞ്ച് കൂട്ടിയിട്ട് 6.5 ഇഞ്ച് ഞാനിവിടെ സ്ലീവ് റൗണ്ടും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമുക്ക് ഇവിടെ ഈ 3 ഇഞ്ചിലേക്ക് നമുക്ക് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഇവിടുന്ന് ഇതേപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് ഇങ്ങനെ പോയിന്റിലേക്ക് മുട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ പോയിന്റും കൂടിയിട്ട് നമ്മൾ താഴത്തെ ഭാഗത്തേക്ക് ഇതുപോലെ ജോയിൻ ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ ഇട്ടിട്ടുണ്ട്. എന്നിട്ടാണ് ഞാനിവിടെ താഴ്ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് മെയിൻ ക്ലോത്ത് ആണ് കട്ട് ചെയ്തെടുക്കാനായി ഉള്ളത്. അപ്പൊ ഇവിടെ മെയിൻ ക്ലോത്ത് ഇതേപോലെ 2 പീസായിട്ട് നമുക്ക് ഇതേപോലെ 4 പീസാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാന്, നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾ ഇതേപോലെ ക്ലോത്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ലൈനിങ് ക്ലോത്ത് ഇതേപോലെ നമ്മൾ ഇതിന്റെ മേലേക്ക് വെച്ച് കൊടുക്കുക. അപ്പൊ ഇവിടെ 2 ക്ലോത്തും ഒരുമിച്ച് വെക്കുക. കാരണം നമുക്ക് ഇവിടെ ഒരു ജോയിനിങ് ചെയ്യണം അല്ലെ, മെയിൻ ക്ലോത്തിൽ നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കണം. അപ്പൊ അതിനായിട്ട് നമുക്കൊരു 1/4 ഇഞ്ച് നമ്മളിവിടെ എക്സ്ട്രാ കാണണം. ഈ 2 ക്ലോത്ത് ഇതേപോലെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ആ ഒരു അലവൻസ് കീപ്പ് ചെയ്തിട്ട് വേണം നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് മെയിൻ ക്ലോത്തില് നമ്മുടെ സ്ലീവിന്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 17 ഇഞ്ചാണ് വേണ്ടത് കേട്ടോ. 17 ഇഞ്ച്. അപ്പൊ ഇവിടുന്ന് നമ്മൾ 17 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ 17 ഇഞ്ച് മാർക്ക് ചെയ്തു. ഈ 17 ഇഞ്ചിൽ നമ്മൾ ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതാ ഇവിടുന്ന് ഇതേപോലെ ഈ ഷേപ്പിൽ നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇനി നമ്മൾ ഇതിന്റെ താഴെ നമ്മളൊരു ബാൻഡ് പീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 3 ഇഞ്ചില് നമ്മളൊരു ബാൻഡ് പീസ് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം ഇവിടെ ഒന്ന് കട്ട് ചെയ്തു. നമ്മൾ ജോയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അലവൻസ് കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്, സ്ലീവിന്റെ ഭാഗം കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ബോഡി പാർട്ടിൽ നമ്മൾ ഫ്രണ്ട് ആം ഹോള് കുഴിച്ച് വരയ്ക്കാനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കുഴിച്ച് വരച്ചിട്ടില്ല അല്ലെ. അപ്പൊ അത് നമ്മൾ സ്റ്റിച്ചിങ്ങിന്റെ ടൈമിൽ നമ്മളത് കുഴിച്ച് വരക്കും. അപ്പൊ ഇവിടെ നമ്മൾ സ്ലീവ് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് ബാൻഡ് പീസിനായിട്ട് നമുക്കൊരു 3 ഇഞ്ചാണ് ക്ലോത്ത് ഇവിടേക്ക് താഴേക്ക് വേണ്ടത്. അപ്പോ 1/2 ഇഞ്ച് ഇവിടെ ജോയിൻ ചെയ്യാനും പിന്നെ മടക്കിയിട്ട് നമ്മൾ ഇവിടേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് നമുക്ക് 1.5 ഇഞ്ച് വേണം. അപ്പൊ അതിനാണ് നമ്മൾ 3 ഇഞ്ചില് ബാൻഡ് പീസ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് 2 സ്ലീവിനും വേണ്ടിയിട്ട് ഇതുപോലെ ക്ലോത്ത് വെക്കുക. നമുക്ക് ടോട്ടല് ഇവിടെ എത്രയാ വന്നിട്ടുള്ളത്, 12 ഇഞ്ച് മതി കേട്ടോ. 12 ഇഞ്ചാണ് ബാൻഡ് പീസിന്റെ നീളം വേണ്ടത്. നമ്മളിവിടെ ഒരു 13 ഇഞ്ചിൽ എടുക്കാം കേട്ടോ. 13 ഇഞ്ച് 14 ഇഞ്ചിൽ നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ വർക്കുള്ള ഭാഗത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 ഇഞ്ച് അളന്നെടുക്കാം. ഇവിടെ ഇതേപോലെ വെച്ചിട്ട് ഇങ്ങോട്ടൊരു 4 ഇഞ്ച്. അപ്പൊ ബാൻഡ് പീസ് ഒരു 1.5 ഇഞ്ചില് കിട്ടും. നമ്മൾ ഇതേപോലെ ഇവിടെ മാർക്ക് ചെയ്ത് നമ്മൾ താഴെന്നും 4 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇങ്ങോട്ടും 4 ഇഞ്ച് മാർക്ക് ചെയ്യാം, ഇങ്ങോട്ടും 4 ഇഞ്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇത് നമുക്ക് 2 പീസിന് ഉണ്ടാവും കേട്ടോ ഈ 14 ഇഞ്ച്.
ഇതേപോലെ നമ്മൾ ബാൻഡ് പീസും ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് കേട്ടോ. ബാക്കിയൊക്കെ ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിന്റെ ഇതിൽ കാണാം.